ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ 30-തമോധ്യായഃ. രാസക്രീഡയാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻ ഗോപികളോടൊത്ത് രമിച്ചപ്പോൾ അവർക്ക് അഹങ്കാരമുണ്ടായി. അപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് മറഞ്ഞു. കൃഷ്ണൻ മറഞ്ഞപ്പോൾ ഗോപിയമാർ ദുഃഖിതരായി. അവർ കൃഷ്ണൻ ചെയ്ത ഓരോ ലീലകളെയും അനുകരിക്കുന്നു. അതാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ലീലകൾ. അപ്പോൾ നമ്മൾ പഠിച്ചത് പൂതന മോക്ഷത്തിൻ്റെ അനുകരണം, ശകടാസുരവധം, തൃണാവർത്ത വധം, വത്സാസുരൻ, ഗോവർദ്ധനോദ്ധാരണം. അതുവരെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ ഗോപികമാരും ഗോവർദ്ധനോദ്ധാരണം ഇതെല്ലാം അനുകരിച്ച് കാണിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കാളിയമർദ്ദനം, ദാവാഗ്നിദഹനം ഇതെല്ലാം അനുകരിച്ച് കാണിക്കുന്നു. പിന്നെ കൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ച് കീർത്തനം ചെയ്യുന്നു. അവസാനം അവരെല്ലാവരും കൂടെ ദുഃഖത്തോടുകൂടി കാളിന്തിയുടെ മണൽത്തട്ടിൽ വന്ന് ഇരിക്കുന്നു. കൃഷ്ണൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചു. കൃഷ്ണൻ ഞങ്ങളുടെ അരികിൽ വരണമേ എന്ന് ആത്മാർത്ഥമായി അവർ പ്രാർത്ഥിച്ചു. എല്ലാവരും കൃഷ്ണനെക്കുറിച്ച് കീർത്തനം ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ശ്ലോകം 21. ഓ നമോ ഭഗവതേ വാസുദേവായ ആരുഹ്യൈക പദാക്രമ്യ ശിരസ്യ അപഹാര ശിരസ്യ ആഹ പരാം നൃപാ ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം കലാനാം നനു ദണ്ഡധൃക്. ആരുഹ്യ ഏക പദ ആക്രമ്യ ശിരസ്യ ആഹ അപരാം നൃപ ദുഷ്ടാഹേ ഹേ ഗച്ഛ ജാതഃ അഹം കലാനാം നനു ദണ്ഡധൃക്. നൃപ, ഹേ രാജാവേ, ഏക ഒരുത്തി. ഓരോരുത്തരും കൃഷ്ണൻ ചെയ്ത ലീലകളെ അനുകരിക്കുകയാണ്. ഇനി അടുത്ത കാളിയമർദ്ദനമാണ് അനുകരിക്കുന്നത്. അപ്പോൾ ഒരുത്തി എന്ത് ചെയ്തു? അപര മറ്റൊരുത്തിയെ ആരൂഹ്യ മറ്റൊരുവളുടെ ശിരസിൽ കയറി, തോളി കയറി. അതായത് പിന്നെ ഒരാളെ കാളിയനായിട്ട് സങ്കല്പിച്ച് കാളിയൻ്റെ പുറത്ത് വേറൊരുത്തി കയറുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആരുഹ്യ കയറിയിട്ട് പദ കാൽ കൊണ്ട് ശിരസിൽ ആക്രമിച്ചു. അതായത് ഭഗവാൻ കാളിയൻ്റെ ഓരോ ശിരസായിട്ട് ചവിട്ടി താഴ്ത്തിയതുപോലെ അവളും കാല് ഒരു ഗോപിക കാലെടുത്ത് വേറെ ഒരു ഗോപികയുടെ തലയിൽ വയ്ക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? ദുഷ്ടാഹേ ദുഷ്ടസർപ്പമേ ഗച്ഛ പോയാലും നീ ഇവിടെ നിന്ന് പോ. കലാനാം ദുഷ്ടന്മാർക്ക് ദണ്ഡതൃ ശിക്ഷയെ നൽകുന്നവനായിട്ട് അഹം ഞാൻ ജാതഃ ഞാൻ ജനിച്ചിരിക്കുകയാണ്. ദുഷ്ടന്മാർക്ക് ദണ്ഡനം നൽകാനായിട്ടാണ് കൃഷ്ണൻ പറയുന്നതായിട്ട് ഞാൻ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗോപിക കൃഷ്ണനായി, ഒരു ഗോപിക കാളിയൻ. അപ്പോൾ കാളിയൻ്റെ പുറത്ത് ഈ കൃഷ്ണൻ കയറിയിട്ട് അവളെ തലയിലൊക്കെ ഒന്ന് പതുക്കെ ചവിട്ടിയിട്ട് പറയുകയാണ്, ഞാൻ ദുഷ്ടന്മാർക്ക് ശിക്ഷ നൽകാൻ വേണ്ടി അവതരിച്ചവനാണ് നനു നിശ്ചയം എന്ന് ആഹാ പറഞ്ഞു. ആരുഹൈക പദാക്രമ്യ ശിരസ്യാഹ പരാം നൃപാം ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം കലാനാം നനു ദണ്ഡധൃക്.
ശ്ലോകം 22. തത്രൈകോവാച ഹേ ഗോപ ദാവാഗ്നിം പശ്യതോൽബണം ചക്ഷുംശാശ്വ അഭിദത്വം വോ വിധാസ്യേ ക്ഷേമം അഞ്ജസാ. തത്ര ഏക ഉവാച ഹേ ഗോപ ദാവാഗ്നിം പശ്യത ഉൽബണം ചക്ഷുംഷ്യ ആശു അഭിതത്വം വഹ വിധാസ്യേ ക്ഷേമം അഞ്ജസ. പിന്നെ ദാവാഗ്നി പാനം, കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ ഭഗവാൻ ആ കാട്ടുതീയെ പാനം ചെയ്തല്ലോ, അതിനെ എൻ്റെ അടുത്ത അനുകരണം. തത്ര ആ കൂട്ടത്തിൽ ഏക ഒരുത്തി, ഹേ ഗോപ ഒരുത്തി പറയാണ്, ഹേ ഗോപ ഹേ ഗോപന്മാരെ, ഉൽബണം കഠിനമായ ദാവാഗ്നി കാട്ടുതീനെ പശ്യത നോക്കുവിൻ. ആശു ഉടനെ ചക്ഷുംഷി കണ്ണുകളെ അഭിതത്വം കണ്ണുകളെ അടയ്ക്കുവിൻ. വഹ നിങ്ങൾക്ക് അഞ്ജസ പ്രയാസം കൂടാതെ ക്ഷേമം സൗഖ്യത്തെ വിധാസ്യ ചെയ്യുന്നുണ്ട്. ഉവാച പറഞ്ഞു. അപ്പോൾ ഒരുത്തി കൃഷ്ണനായിട്ട് പറഞ്ഞു, ആ കാട്ടുതീ പടർന്നു പിടിക്കുന്നു, നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരും കണ്ണടച്ചാൽ മതി, ഞാനിപ്പോൾ ശരിയാക്കി തരാം. അപ്പോൾ കൃഷ്ണൻ അവരെയൊക്കെ ഒരിടത്തേക്ക് മാറ്റിയിട്ട് തീയെ പാനം ചെയ്തല്ലോ. അപ്പോൾ അതാണ് ഇവിടെ അനുകരിക്കുന്നത്. തത്രൈകോവാച ഹേ ഗോപ ദാവാഗ്നിം പശ്യതോൽബണം ചക്ഷുംശാശു അഭിതത്വം വോ വിധാസ്യേ ക്ഷേമം അഞ്ജസാം. ശ്ലോകം 23. ബാധ്യ ബദ്ധാന്യയാ സജാ കാശ്ചിത് തന്വി തത്ര ഉലൂഖലേ ഭീതാസുദൃക് പിഥായാസ്യം ഭേജേ ഭീതി വിഡംബനം. ബദ്ധ അന്യയ സ്രജ കാജിത് തന്നി തത്ര അവരിൽ കാജിത് തന്നി ഒരു ചെറുപ്പക്കാരി, ഒരു ഗോപസ്ത്രീ, അന്യയ മറ്റൊരു തീയാൽ, സ്രജ മാല കൊണ്ട്, അതായത് ഉലൂഖല ബന്ധനമാണ്. ഇപ്പോൾ ഭഗവാനെ യശോദ ഉരലിൽ പിടിച്ചു കെട്ടുന്നല്ലോ. അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്തു? യശോദയായി. ഒരു സ്ത്രീ കൃഷ്ണൻ, ഒരു സ്ത്രീ ഉരല്. അപ്പോൾ ആ കൃഷ്ണനായ സ്ത്രീ എന്ത് ചെയ്തു? മറ്റൊരു സ്ത്രീ കൃഷ്ണനെ പിടിച്ച് ഉരലിൽ കെട്ടുകയാണ്. അത് അവൾ ധരിച്ചിരുന്ന പൂമാല എടുത്താണ് കയറെന്ന് പറഞ്ഞ് കെട്ടുന്നത്. അവരിൽ കാജി തന്നി ഒരു ചെറുപ്പക്കാരി, അന്യയ മറ്റൊരു തീയാൽ, സ്രജ മാല കൊണ്ട്, ഉലൂഖല ഉരലിൽ ബന്ധിക്കപ്പെട്ടവളായി. അപ്പം തലയിൽ ചൂടിയ ആ പൂമാല എടുത്ത് ആ ഉരലിൽ കെട്ടുന്നു എന്നുള്ള രീതിയിൽ ഒരു തീയ കൃഷ്ണനായി സങ്കല്പിച്ച് ഉരലിൽ കെട്ടുകയാണ് യശോദ, കെട്ടുന്നതായിട്ട്. ഭയപ്പെട്ടവളായിട്ട്. അപ്പോൾ കൃഷ്ണൻ പേടിച്ചതുപോലെ അഭിനയിച്ചല്ലോ. സുദൃക് ശോഭന നേത്രങ്ങളോടുകൂടി ആസ്യ മുഖത്തെ പിതായ മറച്ചിട്ട് ഭീതി വിഡംബന ഭയ അനുകരണത്തെ ഭേജിച്ചു. അപ്പോൾ കൃഷ്ണൻ പേടിച്ചതുപോലെയൊക്കെ അഭിനയിച്ചല്ലോ. അപ്പോൾ കൃഷ്ണനായ ഗോപസ്ത്രീ പേടിച്ചതുപോലെ കണ്ണൊക്കെ തിരുവി പേടിച്ചതുപോലെ അഭിനയിച്ചു. ബദ്ധാന്യയാ സൃജാ കാശ്ചിത് തന്നി തത്ര ഉലൂഖലേ ഭീതാസുദൃക് പിഥായാസ്യം ഭേജേ ഭീതി വിഡംബനം. ശ്ലോകം 24. ഏവം കൃഷ്ണ പൃച്ഛമാന വൃദ്ധാവനലതാസ്തരൂൻ വ്യചക്ഷത വനോദേശേ പദാനി പരമാത്മനഃ. ഏവം കൃഷ്ണം പൃച്ഛമാനഃ വൃന്ദാവന ലതാഃ തരൂൻ വ്യചക്ഷത വനോദ്ദേശേ വനോദ്ദേശേ പദാനി പരമാത്മനഃ. ഏവം ഇപ്രകാരം വൃന്ദാവന ലതാഹ ആ വൃന്ദാവനത്തിലുള്ള വല്ലികളോടും തരൂൻ വൃക്ഷങ്ങളോടും കൃഷ്ണനെ പൃച്ഛമാന ചോദിക്കുന്നവരായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ വൃക്ഷങ്ങളെയും ലതകളെയും പേര് വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ച കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഓരോ വൃക്ഷങ്ങളോടും കൃഷ്ണനെ ചോദിക്കുന്നവരായിട്ട് വനോദ്ദേശേ വനപ്രദേശത്തിൽ പരമാത്മനഃ പരമാത്മാവിൻ്റെ പദാനി കാലടികളെ
വ്യചക്ഷ വ്യക്തമായി കണ്ടു. അപ്പോൾ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ കൃഷ്ണൻ്റെ കാലടികൾ അവിടെ പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആശ്ചര്യം തന്നെ. മുനിമാർ പോലും കൃഷ്ണൻ്റെ ആ പാദാബ്ജങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ള ആ കൃഷ്ണൻ ഈ കാട്ടിൽ കൂടി സഞ്ചരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് വ്യക്തമായി കാണാൻ സാധിച്ചു കൃഷ്ണൻ്റെ കാലടികളാണ് ദാ ഈ വനപ്രദേശത്തിൽ പതിഞ്ഞിരിക്കുന്നത്. ഏവം കൃഷ്ണ പൃച്ഛമാന വൃന്ദാവന ലതാസ്തരൂൻ വ്യചക്ഷത വനോദേശേ പദാനി പരമാത്മനഃ. ശ്ലോകം 25. പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മനഃ ലക്ഷ്യന്തേ ഹി ത്വജാംഭോജ വജ്രാങ്കുശയവാദിഭിः. പദാനി വ്യക്തം ഏതാനി നന്ദസൂനോഹോ മഹാത്മനഃ. ഏതാനി ഇവ മഹാത്മനഃ ഉദാരചിത്തനായിരിക്കുന്ന നന്ദസൂനോ നന്ദപുത്രൻ്റെ അതായത് കൃഷ്ണൻ്റെ പദാനി കാലടികൾ തന്നെയാണ്. വ്യക്തം സ്പഷ്ട തീർച്ചയാണ് ഇത് കൃഷ്ണൻ്റെ കാലടികൾ തന്നെയാണ്. കാരണം എന്താണ്? ഹി എന്തുകൊണ്ടെന്നാൽ കൃഷ്ണൻ്റെ പാദങ്ങൾക്ക് 19 രേഖകളുണ്ട്. അപ്പോൾ ഈ രേഖകളെല്ലാം കൃഷ്ണൻ പോകുന്നിടത്തെല്ലാം പതിഞ്ഞു കാണും. ഇപ്പോൾ ചിലയിടത്ത് പറയുന്നത് 16 രേഖകൾ, ചിലയിടത്ത് പറയുന്നത് 19 രേഖകളുണ്ടെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ധ്വജ അംഭോജ വജ്ര അങ്കുശ യവാദിഭി. ഇപ്പം 4-5 പറഞ്ഞിരിക്കുന്നു. ധ്വജം കൊടിയുടേത്, അംഭോജം താമര, വജ്രം, അങ്കുശം, യവം എന്നിവ ഓടുള്ള ലക്ഷണങ്ങളോട് കൂടിയതാണ് കൃഷ്ണൻ്റെ പദം. അപ്പോൾ കൃഷ്ണൻ്റെ പാദം പതിയുന്നിടത്തെല്ലാം ഇതിൻ്റെയൊക്കെ അടയാളം കാണും. അപ്പോൾ ഇനി കുറേ അടയാളമുണ്ട്. ത്രികോണം, അമൃതകലശം, അർദ്ധചന്ദ്രരേഖ, ബിന്ദുദ്വയം. അപ്പോൾ ഇങ്ങനെ 19 രേഖകളുണ്ടെന്നാണ്. അപ്പോൾ കൃഷ്ണൻ പോകുമ്പോൾ ഇതെല്ലാം അവിടെ പതിഞ്ഞിരിക്കും. അപ്പോൾ ഇതെല്ലാം അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതായത് താമരയുടെയും കൊടിയുടെയും പിന്നെ അങ്കുശത്തിൻ്റെയൊക്കെ അടയാളത കാണുന്നു. മറ്റാരുടെയും കാൽപാദം പതിയുമ്പോൾ കാലിൻ്റെ അടയാളം മാത്രമേ കാണൂ. ഇതല്ല, കൃഷ്ണൻ്റെ ഇതിൽ ഈ 19 രേഖകൾ ഇതുപോലുള്ള അടയാളങ്ങളും കൂടെ കാണും. അപ്പോൾ അതാ അവിടെ കാണുകയാണ്. അതുകൊണ്ട് കൃഷ്ണൻ ദാ ഇതുവഴിയാണ് പോയത് എന്ന് പറയുകയാണ്. പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മനഃ ലക്ഷ്യന്തേ ഹി ധ്വജാംഭോജ വജ്രാങ്കുശയവാദിഭിः. ശ്ലോകം 26. തൈസ്തൈ പദൈ തത്പദവീ അന്യച്ഛന്ത്യോഗ്രദോബല വത്വാ പദൈ സുവൃത്താനി വിലോക്യാർത്ഥ സമബ്രുവൻ. തൈഹി പദൈഹി തത്പദവീം അന്യുച്യന്തഃ അഗ്രതഃ അബലാഃ വത്വാഃ പദൈഹി സുപൃത്താനി വിലോക്യ ആർത്ത സമബ്രുവൻ. തൈഹി അതടയാളങ്ങളുള്ള പദൈഹി കാലടികൾ കൊണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ 19 രേഖകളുണ്ടെന്ന്. അപ്പോൾ ആ അടയാളങ്ങളുള്ള കാലടികൾ കൊണ്ട് തത്പദവി തൻ്റെ മാർഗത്തെ അഗ്രത മുൻഭാഗത്തിൽ അന്യച്ഛന്ത തിരഞ്ഞു നടക്കുന്ന അബലാഹ സ്ത്രീകൾ വത്വ സ്ത്രീയുടെ പദൈ കാലടിയോട് സുവൃത്താനി മിശ്രമമായിട്ട് വിലോക്യ കണ്ടിട്ട് ആർത്ത ദുഃഖിതകളായി സമബ്രുവൻ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ്റെ കാലടികൾ നോക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതാ വേറെ ഒരു സ്ത്രീയുടെ കാലടിയും കൂടെ കാണുന്നു. അപ്പോൾ അവർക്ക് ദുഃഖിതരായി. അപ്പോൾ കൃഷ്ണ ഒറ്റയ്ക്കല്ല, ഒരു സ്ത്രീയെയും കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അത് രാധ എന്നാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടം രാധയോടാണ്. കൃഷ്ണൻ്റെ പ്രിയ സഖിയാണ് രാധ. അപ്പോൾ ആ രാധയോടുകൂടിയാണ് പോയിരിക്കുന്നത് എന്ന് വിചാരിച്ച് അവർ കൂടുതൽ ദുഃഖിതരായി. തൈസ്തൈ പദൈസ്തത്പദവീം അന്യച്ഛന്ത്യോഗ്രദോബല വത്വോപദൈ സുവൃത്താനി വിലോക്യാർത്ഥ സമബ്രുവൻ. ശ്ലോകം 27. കസ്യാപദാനി ചൈതാനി യാതായ നന്ദസൂനുനാ അംസന്യസ്ത പ്രകോഷ്ഠായ കരേണോ കരുണായതാം. കസ്യാഹ പദാനി ച ഏതാനി യതായാഹ നന്ദസൂനുനാ അംസന്യസ്ത പ്രകോഷ്ഠയാഹ
കരേണോഹോ കരുണ യഥാ ഏതാനി ഇവ കരുണ എന്ന് വെച്ചാൽ ആനയോടൊരുമിച്ച് പോകുന്ന കരേണോഹോ യഥാ പിടിയാനയെ പോലെ. അപ്പോൾ കൊമ്പനാന പോകുമ്പോൾ പിടിയാന അതിൻ്റെ പിറകേ പോവും. അതുപോലെ നന്ദസൂനിന നന്ദകുമാരനോടൊരുമിച്ച് യാതായ നടക്കുന്നവളും അംസന്യസ്ത പ്രകോഷ്ഠയ തോളിൽ വയ്ക്കപ്പെട്ട കൈത്തലത്തോടു കൂടിയവളുമായ കസ്യാഹ യാതൊരുത്തയുടെ പദാനി കാലടികളാകുന്നു. അപ്പോൾ യാതൊരുത്തിയാണ് ഭഗവാന്റെ കൂടെ പോയത്. അപ്പോൾ കൃഷ്ണൻ സഞ്ചരിക്കുന്ന സ്ഥലത്തെല്ലാം വേറൊരു സ്ത്രീയുടെ കാലടികളും കൂടെ കാണുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവളെ അറിയുമോ? അവളുടെ കൈകൾ നന്ദകുമാരൻ്റെ അതായത് കൃഷ്ണൻ്റെ തോളിൽ വച്ചുകൊണ്ടാണ് അവൾ സഞ്ചരിച്ചിരിക്കുന്നത്. കാരണം കാലിൻ്റെ ചേർച്ചകൾ കാണുമ്പോൾ മനസ്സിലാവും. തോളിൽ ചേർന്നാണ് വേറെ ഒരു സ്ത്രീയുടെ കാണുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഈ കാലടികൾ ആ കൃഷ്ണൻ്റെ കാലിനോട് ചേർന്നിരിക്കുന്നത്. കസ്യാപദാനി ചൈതാനി യാതായാം നന്ദസൂനിന അംസന്യസ്ത പ്രകോഷ്ഠായ കരേണോ കരുണായതാം. ശ്ലോകം 28. അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വരഃ എന്നോ വിഹായ ഗോവിന്ദ പ്രീതോയാം അനയത് രഹഃ. അപ്പോൾ എല്ലാവർക്കും സങ്കല്പമാണ്. അനയാ ആരാധിതോ നൂനം ഭഗവാൻ ഹരിഹി ഈശ്വരഃ. ഭഗവാൻ ഹരി ഈശ്വരഃ സർവ അഭീഷ്ടപ്രദനായ സമർത്ഥനായ ഹരി വിഷ്ണു അനയ ഇവളാൽ ആരാധിത പൂജിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവള് രാധ തന്നെ ആയിരിക്കും. ന്യൂന നിശ്ചയം എന്തുകൊണ്ടെന്നാൽ നഹ നമ്മളെ വിഹായ ഉപേക്ഷിച്ചിട്ട് പ്രീത സന്തുഷ്ടനായ ഗോവിന്ദൻ യാം യാതൊരുത്തിയെ രഹ ഏകാന്ത സ്ഥലത്തെ അനയത് പ്രാപിച്ചു. അപ്പോൾ ഏകാന്ത സ്ഥലത്ത് ദൂരെ ആ രാധയുമായിട്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് കൃഷ്ണന് പ്രിയപ്പെട്ടവളുമായിട്ട് പോയിരിക്കുകയാണ്. അത് രാധയായിരിക്കുമെന്നാണ് അവരുടെ ഊഹം. അനയാരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വരഃ എന്നോ വിഹായ ഗോവിന്ദ പ്രീതോയാം അനയത് രഹഃ. ശ്ലോകം 29. ധന്യാഹോ മമിയാള്യോ ഗോവിന്ദ അംഘ്ര്യ അബ്ജരേണവഃ യാൻ ബ്രഹ്മേശോ രമാദേവി ദധുർമൂർധന്യ അഖനുത്തമേ. ധന്യ അഹോ അമി ആള്യക സഖികളെ. ആളിമാരെന്ന് വെച്ചാൽ കൂട്ടുകാർ തോഴിമാരെന്ന്. സഖികളെ അമി ഗോവിന്ദ അംഘ്രി അബ്ജരേണവഃ ഗോവിന്ദൻ്റെ പാദപത്മത്തിലെ ഈ ധൂളികൾ പൊടികൾ ധന്യാഹ ശ്രേഷ്ഠങ്ങളാകുന്നു. ഭഗവാന്റെ പാദധൂളികൾ ശ്രേഷ്ഠങ്ങളാണ്. അഹോ ആശ്ചര്യം. ബ്രഹ്മാവും ഈശക ശിവനും രമാദേവി ലക്ഷ്മീദേവിയെയും താൻ യാതൊന്നുകളെ അഖനുത്തമേ പാപനാശത്തിനൊക്കെ ആയിക്കൊണ്ട് മൂർധനി ശിരസിൽ ധരിച്ചു. അപ്പോൾ ഭഗവാന്റെ പാദധൂളികളാണ് പാപനാശനത്തിന് വേണ്ടി ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും എല്ലാം ശിരസിൽ ധരിക്കുന്നത്. അപ്പോൾ ആ പാദധൂളികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സഖികളെ ഗോവിന്ദൻ്റെ പാദ പത്മ സംസർഗം സിദ്ധിച്ച ഈ പരമാണുക്കൾ, ഈ പൊടികൾ നമ്മളെക്കാൾ കൃതാർത്ഥരാണ്. ഇവയ്ക്ക് നമ്മളെക്കാൾ ഭാഗ്യമുണ്ട് നിശ്ചയം. എന്തുകൊണ്ടാണ്? നമുക്ക് ലഭിക്കാത്ത ഈ പാദസ്പർശം ഈ മൺതരികൾക്ക് ലഭിച്ചല്ലോ. ഏതൊരു പാദധൂളികളെയാണ് ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും എല്ലാം അവരുടെ പാപം നശിപ്പിക്കാൻ വേണ്ടി ശിരസിൽ ധരിക്കുന്നത്. അപ്പോൾ ആ പാദധൂളികൾ ഭഗവാന്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മേക്കാൾ ധന്യരാണ്. ധന്യാഹോ അമിയാള്യോ ഗോവിന്ദാംഗ്രിയബ്ജരേണവ യാൻ ബ്രഹ്മേശോ രമാദേവി ദധർമൂർധന്യ അഖനുത്തമേ. ശ്ലോകം 30. യസ്യാമുനി അമൂനി നക്ഷോഭം കുർവന്തി ഉച്ചൈപദാനി യത് യൈകാപഹൃത്യ ഗോപീനാം രഘോ ഭുങ്ക്തേ അച്യുതാധരം തസ്യാ
അമൂനി നഖക്ഷോഭം കുർവന്തി ഉച്ചൈഹി പദാനി യത് യഹ ഏക അപകൃത്യ ഗോപീനാം രഹോ ഭുങ്ക്തേ അച്യുത അധരം. ഏകയായ ഒരുത്തി ഗോപീനാം ഗോപികളുടെ അച്യുതാധരം അച്യുതൻ്റെ അധരത്തെ അപഹരിച്ചിട്ട്, അപ്പോൾ ഏതോ ഒരുത്തി അച്യുതൻ്റെ അധരാമൃതത്തെ അപഹരിച്ചിട്ട് രഹ ഏകാന്തത്തിൽ ഭുങ്ക്തി അനുഭവിക്കുന്നു. അപ്പോൾ കൃഷ്ണനോട് പോയ ഒരുത്തി ഉണ്ടല്ലോ, അവൾ കൃഷ്ണൻ്റെ അധരാമൃതത്തെ തനിച്ചനുഭവിക്കുകയാണ്. തസ്യാഹ അവളുടെ അമൂനി പാദാനി ഈ കാലടികൾ നഖ നമ്മുടെ ക്ഷോഭം ദുഃഖത്തെ ഉച്ചൈഹി അധികം കുർബന്തി ചെയ്യുന്നുവെന്നത് തീർച്ചയാണ്. അപ്പോൾ കൃഷ്ണനോടൊപ്പം പോയ അവൾ ആ കൃഷ്ണൻ്റെ അധരാമൃതത്തെ അവൾ മാത്രമായിട്ട് അനുഭവിക്കുകയാണ്. അത് നമ്മുടെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തസ്യാമൂനിനാക്ഷോഭം കുർവന്തി ഉച്ചൈ പദാനിയ യൈകാപകൃത്യ ഗോപീനാം രഘോ ഭുങ്ക്തേ അച്യുതാധരം. ശ്ലോകം 31. ലക്ഷ്യത്തെ പാദാന്യത്ര തസ്യാനൂനം തൃണാങ്കുരൈഃ ഖിദ്യത് സുജാതാംഘ്രിതലം ഉന്നിന്യേ പ്രേയസീം പ്രിയഃ ന ലക്ഷ്യന്തേ പദാനി അത്ര അത്ര തത്ര അവിടെ ഇവിടെ തസ്യാഹ അവളുടെ പദാനി പാദങ്ങൾ ന ലക്ഷ്യന്തേ കാണപ്പെടുന്നില്ല. അപ്പോൾ സ്ത്രീയുടെ പാദന്യാസങ്ങളോട് ചേരാത്ത കാലടികൾ അന്വേഷിച്ച് പിന്നെയും കുറേ നടന്നപ്പോൾ ഭഗവാന്റെ കാലടികൾ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ചിലയിടത്തൊന്നും അവളെ കാലടികളിൽ ഇല്ല. തൃണാങ്കുരൈ പുൽക്കൊടികളാൽ ഖിദ്യത് സുജാതാംഘ്രിതല ഖേദിക്കുന്ന കോമള വല്ലഭത്തോടു കൂടിയ. അപ്പോൾ അവിടെയൊക്കെ കുറേയിടത്ത് അവളുടെ കാലടികൾ പതിയുന്നില്ല. കാരണം എന്താണ്? അവിടെയൊക്കെ എന്തു ചെയ്യുന്നു? അവിടെയൊക്കെ കുറേ പുല്ലുകളൊക്കെ മുളച്ച് കിടത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുല്ലുകളുടെ അഗ്രം ഉള്ളംകാലിൽ തട്ടിയപ്പോൾ അവളുടെ മൃദുലമായ ആ കാലടികൾ വേദനിച്ചു കാണും. അതുകൊണ്ട് എന്തു ചെയ്തു? പുൽക്കടിയലാൽ സുജാതാംഘ്രിതല ആ പുൽക്കൊടികൾ തട്ടി വേദനയുള്ള അവളുടെ ആ കോമള പാദതലത്തോടുകൂടിയ പ്രേയസിയും പ്രിയതമേ പ്രിയഹ പ്രിയൻ ഉന്നിന്യേ തോളിൽ വച്ചു. അതാണ് ഉന്നിന്യേ തോളിൽ എടുത്തുകൊണ്ട് പോയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവളുടെ കാലടികൾ കണ്ടില്ല. കാരണം എന്താണ്? പുല്ലിലൊക്കെ ചവിട്ടി അവളുടെ കാല് വേദനിച്ചോ എന്ന് പറഞ്ഞ് വിചാരിച്ച ഭഗവാൻ അവളെ തോളിലെടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതാണ് അവളുടെ കാലടികൾ കാണാത്തത്. എന്തൊരു ഭാവനയാണെന്ന് നോക്കിക്കൊള്ളണം ഗോപികമാരുടേത്. ന ലക്ഷ്യന്തേ പാദാന്യത്ര തസ്യാനൂനം തൃണാങ്കുരൈഃ ഖിദ്യത് സുജാതാംഘ്രിതലം ഉന്നിന്യേ പ്രേയസീം പ്രിയഃ. ശ്ലോകം 32. ഇമാന്യധികമഗ്നാനി പദാനി വഹദോ വധൂ ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്താനി കാമിനഃ. ഇമാനി അധിക അധികമഗ്നാനി ഇമാനി അധികമഗ്നാനി പാദാനി വഹതഃ വധൂം ഗോപ്യഃ പശ്യതഃ കൃഷ്ണസ്യ ഭാരാക്രാന്താനി കാമിനഃ. ഗോപ്യഃ ഹേ ഗോപികകളെ, വധൂം സ്ത്രീയെ വഹത വഹിക്കുന്ന കാമിയായ കൃഷ്ണസ്യ കൃഷ്ണൻ്റെ ഭാരാക്രാന്താനി ഭാരത്താൽ ആക്രമിക്കപ്പെട്ട. അപ്പോൾ ഒരു സ്ത്രീയെ തോളിലെടുത്തുകൊണ്ട് പോയപ്പോൾ കൃഷ്ണൻ്റെ കാലിൽ കുറേ ബലം പ്രയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ഇമാനി പാദൻ ഈ കാലടികൾ അധികമഗ്നാനി അധികം പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കണം, ആ സ്ത്രീയെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാരം കൊണ്ട് കൃഷ്ണൻ്റെ കാല് ചിലയിടത്ത് അങ്ങ് അധികമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവളെ തോളിലെടുത്തുകൊണ്ട് പോയത് തന്നെ.
പശ്യത നോക്കൂ. ഇമാന്യധികമജ്ഞാനി പദാനി മഹതോ വധും ഗോപ്യ പശ്യത കൃഷ്ണസ്യ ഭാരാക്രാന്താനി കാമിനകാം. ശ്ലോകം 33. അത്ര അവരോപിതാ കാന്ത പുഷ്പഹേതോർമഹാത്മന അത്ര പ്രസൂന അവചയ പ്രിയാർത്ഥേ പ്രേയസാ ഹൃദഃ പ്രപദാക്രമണേ യേദേ പശ്യത അസകലേ പദേ തത്ര അവരോപിത കാന്ത പുഷ്പഹേതോഃ മഹാത്മന തത്ര പ്രസൂന അവചയഃ പ്രിയാർത്ഥേ പ്രേയസാ ഹൃദഃ പ്രപദ ആക്രമണേ ഏതേ പശ്യത സകലേ പദേ. തത്ര ഇവിടെ മഹാത്മാവിനാൽ പുഷ്പഹേതോഹോ പൂക്കൾ അറുക്കാനായി കാന്ത മനോഹരി അവരോപിത ഇറക്കപ്പെട്ടു. അപ്പോൾ ഇതാ നോക്കൂ, വേറെ ഒരു സ്ഥലത്ത് നോക്കൂ, കുറേ നടന്നപ്പോൾ രണ്ടുപേരുടെയും കാലടികൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഇതെന്തിനാണ് അവിടെ ആ പ്രദേശത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പൂക്കൾ ഇറുത്തിരിക്കുന്നതായി കണ്ടു. അപ്പോൾ കുറേ നേരം കൃഷ്ണൻ എടുത്തുകൊണ്ട് പോയിട്ട് പൂക്കൾ ഇറുക്കാൻ വേണ്ടി അവളെ താഴെ നിർത്തി. അപ്പോൾ രണ്ടുപേരുടെയും കാൽപാദം അവിടെ കണ്ടു. പൂക്കൾ അറക്കാനായി കാന്ത മനോഹരി അവരോചിത ഇറക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ പൂക്കൾ അറക്കാൻ വേണ്ടി അവൾ അവിടെ ഇറങ്ങി. പ്രിയാർത്ഥേ പ്രിയയ്ക്ക് വേണ്ടി അത്ര ഇവിടെ പ്രേയസ പ്രേയനാൽ പ്രസൂനാവചയ പുഷ്പാവചയം കൃതാ ചെയ്യപ്പെട്ടു. പുഷ്പങ്ങൾ അപ്പോൾ പ്രിയയ്ക്ക് വേണ്ടി പ്രിയൻ എന്ത് ചെയ്തു? അവർക്ക് പുഷ്പം പറിച്ചു കൊടുത്തിരിക്കുകയാണ്. പ്രപദ ആക്രമണേ പാദാഗ്രങ്ങളാൽ ആക്രമിക്കപ്പെട്ടും അസകലേ പൂർണ്ണങ്ങൾ അല്ലാതെയും ഇരിക്കുന്ന ഏതേ പാത ഈ പാദങ്ങളെ പശ്യത നോക്കുക. അപ്പോൾ ഒരിടത്ത് നോക്കണം, പെരുവിരൽ മാത്രം ഭൂമിയിൽ പതിച്ച് പിൻഭാഗം അല്പം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? ഇവിടെ പൂക്കൾ ഇറുത്തത് തന്നെയാണ് എന്ന് അവർ സങ്കല്പിക്കുന്നു. അത്ര അവരോപിത കാന്ത പുഷ്പഹേതോർമഹാത്മന തത്ര പ്രസൂന അവചയ പ്രിയാർത്ഥേ പ്രേയസാ കൃത പ്രപദാക്രമണേ യേതേ പശ്യത അസകലേ പദേ. ശ്ലോകം 34. കേശപ്രസാദനം ത്വത്ര കാമിനാകൃതം താനി ചൂടയതാ കാന്താം ഉപവിഷ്ടം ഇഹം ധ്രുവം. കേശപ്രസാദനം തത്ര കാമിനാകൃതം താനി ചൂടയതാ കാന്താം ഉപവിഷ്ടം ഇഹം ധ്രുവം. അത്ര ഇവിടെ കാമിനിയുടെ കേശപ്രസാദനം തലമുടി കാമിയാൽ കൃഷ്ണനാൽ കൃതം ചെയ്യപ്പെട്ടു. അപ്പോൾ അവളുടെ തലമുടി ഒക്കെ എന്ത് ചെയ്തു? കോരി തലമുടിയെ ചിക്കി നല്ല വൃത്തിയായി ഒതുക്കിയൊക്കെ കൊടുത്തിരിക്കുകയാണ്, നന്നാക്കി കെട്ടിക്കൊടുത്തിരിക്കുകയാണ്, കോതി കെട്ടിക്കൊടുത്തിരിക്കുന്നു. അതാണ് കേശബന്ധനം കൃതം, തലമുടിയൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുന്നു. കാന്താം ഭാര്യയെ താനി അവയെ ചൂടയത അലങ്കരിക്കപ്പെടുന്നവനാൽ അപ്പോൾ ഭാര്യയെ അവൻ തലയൊക്കെ മുടിയൊക്കെ കെട്ടി അലങ്കരിച്ചു. ഇഹ ഇവിടെ ഉപവിഷ്ട. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഉപവിഷ്ട ആ കാമിനിയുടെ അടുത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. ധ്രുവം നിശ്ചയം തന്നെയാണ്. തലയൊക്കെ കോതി കെട്ടി കൊടുത്ത് അവിടെ ഇരുന്നു. തലയിൽ ചൂടിയിരുന്ന പഴയ പൂമാലകളൊക്കെ ഇതാ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. പുതിയ പുഷ്പങ്ങൾ കാന്തയുടെ തലയിൽ ചൂടിക്കൊടുത്തു. കിരീടം പോലെ അലങ്കരിക്കാനായി ഇവിടെ ഇരുന്നതാണെന്ന് ഊഹിക്കുന്നു. അപ്പോൾ മുടിയൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് മുടിയിലൊക്കെ അലങ്കരിച്ചു. അപ്പോൾ ഓരോ ഗോപികമാരും ഓരോന്ന് സങ്കല്പിച്ച് പറയുന്നു. കേശപ്രസാദനം ത്വത്ര കാമിനാകൃതം താനി ചൂടയതാ കാന്താം ഉപവിഷ്ടമിഹ ധ്രുവം. ശ്ലോകം 35. ശ്രീശുകോവാച രേമേ തയാ ചാത്മരഥ ആത്മാരാമോപ്യഖണ്ഡിതഃ കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ചൈവ
ദുരാത്മതാം. ആത്മരഥ, ആത്മാവിൽ മാത്രം രതിയുള്ളവനും, ആത്മാരാമഹ, ആത്മാവിൽ മാത്രം ക്രീഡിക്കുന്നവനും, അഖണ്ഡിതാഭി, പരിപൂർണനാകുന്നു എങ്കിലും, കാമിന, കാമികളുടെ ദൈന്യം, ദീനഭാവത്തെയും. അപ്പോൾ എന്തായാലും ആത്മാരാമനാണെങ്കിലും ഒരു കാമിയുടെയൊക്കെ ഭാവങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ദുരാത്മത, ദുർബുദ്ധിയെയും ദർശയൻ കാണിച്ചു കൊടുക്കുന്നവനായിട്ട് ത്വയാച്ച, അവളോടുകൂടിയും രമിച്ചു. അപ്പോൾ ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. എങ്കിലും എന്ത് ചെയ്തു? സ്ത്രീകൾ കാട്ടുന്ന വിലാസ ചേഷ്ടകളിൽ ഭഗവാന് വിക്ഷോഭമൊന്നും ഉണ്ടായില്ല. സ്വരൂപാനന്ദ ലാഭനം കൊണ്ട് തന്നെ സന്തുഷ്ടനാണെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ അവളോടുകൂടി ചേർന്നു എന്ന് ചോദിക്കുകയാണ്. അതിന് കാരണം കാമികൾ അനുഭവിക്കുന്ന ദൈന്യത്തെയും സ്ത്രീകൾക്കുള്ള ദുസ്വഭാവത്തെയും ലൗകികന്മാർക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ലോകത്തിൽ സംഭവിക്കുന്നത്. ആത്മാരാമന്മാരായിരുന്നാലും സ്ത്രീകളുടെ ചേഷ്ടകൾ കണ്ട് അതിൽ മനസ്സങ്ങ് അലിഞ്ഞു പോകും. അത് മറ്റുള്ളവർക്ക് കാണിക്കാനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തണം. അപ്പോൾ ഭഗവാൻ ഇവരുമായിട്ട് രമിച്ചെങ്കിലും ഭഗവാൻ ആത്മാരാമനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്. അപ്പം നമുക്ക് വിഷയികൾക്ക് ഇതൊരു പാഠമാണ്. വിഷയങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് എവിടെ തന്നെ ഇരിക്കണം? ആത്മാവിൽ തന്നെ ഇരിക്കണം എന്നുകൂടി ഇത് കാണിക്കുന്നു. രേമേ ശ്രീശുഗോവാച രേമേ തയാ ചാത്മരഥ ആത്മാരാമേപ്യഖണ്ഡിത കാമിനാം ദർശയൻ ദൈന്യം സ്ത്രീണാം ചൈവ ദുരാത്മതാം. ശ്ലോകം 36. ഇത്യേവം പ്രലപന്ത്യസ്ത്വാ ചേരുർഗോപ്യോ വിചേതസഃ യാം ഗോപീം അനയത് കൃഷ്ണോ വിഹായ അന്യസ്ത്രീയോ വനേ. ഇതി ഏവം ഇപ്രകാരം പ്രലബന്ധ്യ പറഞ്ഞു കരഞ്ഞുകൊണ്ടും വിചേതസ ഉന്മത്തകളെ പോലെയും ഇരിക്കുന്ന താഹ ഗോപ്യക ആ ഗോപികൾ സഞ്ചരിച്ചു. അവർ ഉന്മത്തകളെ പോലെ ഇതുപോലെ ഓരോന്നും പറഞ്ഞ് വനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അന്യാഹ സ്ത്രീയ മറ്റ് സ്ത്രീകളെ വനേക്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ യാം ഗോപി ഏതൊരു ഗോപിയെ നയിച്ചു. അപ്പം നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ ഒരു ഗോപിയും കൊണ്ട് പോയിരിക്കുകയാണ്. ഇത്യേവം പ്രലബന്ധ്യസ്താശ്ചേരുർ ഗോപ്യോ വിചേതസഃ യാം ഗോപീം അനയത് കൃഷ്ണോ വിഹായാന്യാസ്ത്രീയോ വനേ. ശ്ലോകം 37. സാ ച മേനെ തദാത്മാനം വരിഷ്ഠാം സർവയോഷിതാം ഹിത്വാ ഗോപീം കാമയാന മാമസൗ ഭജതേ പ്രിയാം. സാ ച അവളും തഥാ അപ്പോൾ ആത്മാനം തന്നെ സർവയോഷിത സകല സ്ത്രീകളുടെയും മധ്യത്തിൽ വെച്ച് വരിഷ്ഠ ശ്രേഷ്ഠ എന്ന് മേനെ വിചാരിച്ചു. അപ്പോൾ പോയവൾ വിചാരിക്കുകയാണ്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, എന്നെയാണല്ലോ കൃഷ്ണൻ കൊണ്ടുപോയത്. കാമയാന കാമനാകുന്ന വാഹനത്തോടുകൂടിയ ഗോപികളെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് അസൗ പ്രിയ ഈ പ്രിയൻ മാം എന്നെ ഭജതേ ഭജിക്കുന്നു. അപ്പോൾ ആ കൊണ്ടുപോയ ഗോപസ്ത്രീ ഇരിക്കുകയാണ്, ഞാൻ തന്നെയാണ് ശ്രേഷ്ഠ, മറ്റുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് എന്നെ തന്നെയാണ് കൃഷ്ണൻ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് അവൾ ചിന്തിക്കുന്നു. സാ ച മേനെ തദാത്മാനം വരിഷ്ഠാം സർവയോഷിതാം ഹിത്വാ ഗോപി കാമയാന മാമസൗ ഭജതേ പ്രിയഹാം. ശ്ലോകം 38. തതോ ഗത്വാ വനോദ്ദേശം തൃപ്ത്വാ കേശവം അബ്രവീത് ന പാരയേഹം ചലിതും നയമാം എത്ര തേ മനഃ. തതഃ അനന്തരം വനോദേശം വനത്തിൽ കുറേ ദൂരം ഗത്വാ ഗമിച്ചിട്ട് അഹം ഞാൻ ചലിതും ഇളകുവാനായിക്കൊണ്ട് ന പാരയെ ശക്തയല്ല. അപ്പോൾ അവൾ പിന്നെ പറയാണ്, അയ്യോ കൃഷ്ണ എനിക്കിനി ഒരടി പോലും നടക്കാൻ വയ്യ. കൃഷ്ണൻ്റെ അടുത്തുകൂടെ പോയ ആ സ്ത്രീ പറയാണ്, എനിക്ക് ഇവിടുന്ന് ഞാൻ ചലിതും ഇളകുവാനായിക്കൊണ്ട് ഞാൻ പാരയെ ശക്തയല്ല, എനിക്കിനി ഒരടി പോലും നടക്കാൻ വയ്യ. തേ അങ്ങയുടെ മനസ്സ് എത്ര എവിടെയോ അവിടെ മാം എന്നെ നയാ കൊണ്ടുപോയാലും. അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങ് എവിടെ പോകാൻ ഇച്ഛിക്കുന്നുവോ അവിടേക്ക് എന്നെ എന്ത് ചെയ്യണം?
കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകണം? എടുത്തു കൊണ്ടുപോകണമെന്നാണ്. തൃപ്ത ഗർഭിതയായിട്ട് കേശവൻ കൃഷ്ണനോട് അബ്രവീത്. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി എനിക്ക് നടക്കാൻ വയ്യ, പക്ഷെ കൃഷ്ണൻ പോകുന്നിടത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെയും കൂടെ എടുത്തു കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. തതോ ഗത്വാ വനോദേശം തൃപ്ത്വാ കേശവം അബ്രവീത് ന പാരയേഹം ചലിതും നയമാമെത്ര തേ മനഃ. ശ്ലോകം 39. ഏവമുക്ത്വാ പ്രിയാമാഹ സ്കന്ദ ആരൂഹ്യതാമിതി തതശ്ചാന്തർദതേ കൃഷ്ണ സാവധൂർ അന്വതപ്യതാം. ഏവം ഉക്തഃ, ഇപ്രകാരം ഉക്തഃ പറയപ്പെട്ടവൻ, സ്കന്ദേ തോളിൽ ആരൂഹ്യതാം ആരോഹണം ചെയ്യപ്പെട്ടാലും ഇതി എന്ന് പ്രിയോടാഹ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ എൻ്റെ തോളിൽ കയറിക്കോ എന്ന് പറഞ്ഞു. തതഹ അനന്തരം കൃഷ്ണൻ അന്തർദതെ മറയുകയും ചെയ്തു. സാവധു ആ സ്ത്രീ അന്വതപ്യത അനുതപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് അഹങ്കാരം വന്നല്ലോ. കൃഷ്ണ ഉടനെ എന്ത് ചെയ്തു? കയറിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഉടനെ മറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയും അവിടെ ദുഃഖിച്ചു. ഏവമുക്തപ്രിയാമാഹ സ്കന്ധാരൂഹ്യതാമിതി തതശ്ചാന്തർദധേ കൃഷ്ണ സാവധുർ അന്വതപ്യതാം. ശ്ലോകം 40. ഹേ നാഥരമണ പ്രേഷ്ഠ കോസി കോസി മഹാഭുജ ദാസ്യസ്തേ കൃപണായാമേ സഖ്യേ ദർശയ സന്നിധിം. ഹാ നാഥ രമണ. അപ്പോൾ അവൾ വിളിക്കുകയാണ്, അല്ലയോ സ്വാമി രമണ, സുഖപ്രദ, പ്രേഷ്ഠ, പരമപ്രേമയുക്ത, മഹാഭുജ, ആജാനുബാഹു, കോസി അങ്ങ് എവിടെയാകുന്നു? കൃപണായ ദുഃഖം സഹിക്കാൻ അശക്തയായ തേ അങ്ങയുടെ ദാസിക്ക് ഹേ സഖേ സന്നിധിം സമീപസ്ഥിതിയെ കാട്ടിയാലും. അപ്പോൾ കൃഷ്ണൻ ഉപേക്ഷിച്ചിട്ട് പോയി അവളും കടന്നു വിളിക്കുകയാണ്, അയ്യോ കൃഷ്ണ എവിടെയാണ്? എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് വിളിക്കുകയാണ്. ആ നാഥാരമണ പ്രേഷ്ഠ കോസി മഹാഭുജ ദാസ്യസ്തേ കൃപണായ മേ സഖേ ദർശയ സന്നിധിം. ശ്ലോകം 41. അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യ അവിദൂരതഃ ദദർശു പ്രിയ വിശ്ലേഷ മോഹിത ദുഃഖിതാം സഖി. അന്വിച്ഛന്ത്യഃ ഭവതഃ മാർഗം ഗോപ്യഃ അവിദൂരതഃ. ഭഗവാന്റെ മാർഗത്തെ അവിദൂരം ദൂരം അല്ലാതെ എന്ന് വെച്ചാൽ സമീപത്തിൽ. അന്വിച്ഛന്ത്യാഹ അന്വേഷിച്ചു നടക്കുന്ന ഗോപികൾ പ്രിയ വിശേഷ മോഹിതാം പ്രിയൻ്റെ വിയോഗം നിമിത്തം മോഹിച്ചും ദുഃഖിച്ചുമിരിക്കുന്ന സഖിയും. ആ സഖിയെ ദദർശു കണ്ടു. അപ്പോൾ കുറേ ദൂരം ചെന്നപ്പോൾ കൃഷ്ണൻ്റെ കൂടെ പോയ ആ സഖി ദുഃഖിച്ചിരിക്കുന്നത് കണ്ടു. കൃഷ്ണൻ എന്ത് ചെയ്തു? അവളെ ഇട്ടിട്ട് പോയി. അന്വിച്ഛന്ത്യോ ഭഗവതോ മാർഗം ഗോപ്യോ അവിദൂരത ദദർശു പ്രിയ വിശ്ലേഷ മോഹിത ദുഃഖിതാം സഖി. ശ്ലോകം 42. തയാ കഥിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അപമാനം ച ദൗരാത്മ്യാത് വിസ്മയം എന്നറിയിക്കണം. വിസ്മയം പരമം യയോ. മാധവനിൽ നിന്ന് ലക്ഷ്മിപതിയിൽ നിന്ന് മാനത്തെ സിദ്ധിച്ചിരിക്കുന്നതിനെയും ദൗരാത്മ്യാത് തൻ്റെ ദുസ്വഭാവം നിമിത്തം അവമാനത്തെയും അവളാൽ കഥിതം പറയപ്പെട്ടതിനെ ആകർണ്യ കേട്ടിട്ട് പരമം ഏറ്റവും വിസ്മയം ആശ്ചര്യത്തെ യയു പ്രാപിച്ചു. അപ്പോൾ കൃഷ്ണനിൽ നിന്ന് കിട്ടിയ ആ സൽക്കാരത്തെയും പിന്നെ അഹങ്കാരം വന്നപ്പോൾ കൃഷ്ണൻ ഉപേക്ഷിച്ചിട്ട് പോയതും ആ അവമാനത്തെയും അവൾ എന്ത് ചെയ്തു? ഇവരോട് വിസ്തരിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഗോപികൾക്ക് അത്യാശ്ചര്യം ഉണ്ടായി. ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. തയാ ഗതിതമാകർണ്യ മാനപ്രാപ്തിം ച മാധവാത് അവമാനം ച ദൗരാത്മ്യാ വിസ്മയം പരമം യയോ. ശ്ലോകം 43. തതോ അവിശദ്വനം ചന്ദ്രജ്യോത്സ്നയ യാവത് വിഭാവ്യതേ തമപ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃതു സ്ത്രീയഃ. തതഃ അനന്തരം യാവത് ഏതുവരെ ചന്ദ്രജ്യോത്സ്നയ ചന്ദ്രൻ്റെ പ്രകാശം വിഭാവ്യതയെ പ്രകാശിക്കപ്പെടുന്നു താവത് അതുവരെ വനം കാടിനെ അവിശദ് പ്രവേശിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ചന്ദ്ര അസ്തമിക്കുന്നത് വരെ
അവളോട് കൂടി ചേർന്ന് ഇപ്പം അവളെയും കൂടെ കിട്ടി. അവളോട് ചേർന്ന് ഗോപികൾ വനത്തിൽ സഞ്ചരിച്ചു. തതഹ അതിനുശേഷം തമപ്രവിഷ്ട അന്ധകാരത്താൽ വ്യാപിക്കപ്പെട്ടതായി ആലക്ഷ്യ കണ്ടിട്ട് സ്ത്രീകൾ നിവവൃതു അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ചന്ദ്രപ്രകാശമുള്ള സമയത്ത് അത്രയും രാത്രി മൊത്തം നടന്നു. അപ്പോൾ ചന്ദ്ര അസ്തമിച്ചപ്പോൾ ഇരുട്ട് വന്നപ്പോൾ അവരെന്ത് ചെയ്തു? പിന്നെ അന്വേഷിച്ചില്ല, അവിടെ നിന്ന് മടങ്ങുകയാണ്. തതോ അവിശദ്വനം ചന്ദ്രജ്യോത്സ്നയ യാവത് വിഭാവ്യതേ തമപ്രവിഷ്ടമാലക്ഷ്യ തതോ നിവവൃതു സ്ത്രീയ. ശ്ലോകം 44. തന്മനസ്കാസ്തദാലാപ തദ്വിജേഷ്ടാസ്തദാത്മിക തദ്ഗുണാനേവ ഗായന്ത്യോ ആത്മാകാരാണി സസ്മരുഹോ. യന്മനസ്കാഹ അവനിൽ മനസ്സോടുകൂടിയവരായി, കൃഷ്ണനിൽ മനസ്സോടുകൂടിയവരായി, തദാലാപ അവനെ കീർത്തിക്കുന്നവനായി, തദ്വിജേഷ്ട അവൻ്റെ വ്യാപാരങ്ങളെ കാട്ടുന്നവരായി, കൃഷ്ണനെ അനുകരിക്കുന്നവരായി, തദാത്മിക അവനാകുന്ന ആത്മാവോട് കൂടിയവരായിട്ട് അവർ കൃഷ്ണനുമായിട്ട് തന്നെ താതാത്മ്യം പ്രാപിക്കുകയാണ്. കാരണം ഞാൻ കൃഷ്ണനാണെന്നുള്ള രീതിയിലാണ് ഓരോ ലീലകളും, കൃഷ്ണൻ ചെയ്ത ലീലകൾ അവർ ആടുന്നത്. തദ്ഗുണാനേവ അവൻ്റെ ഗുണങ്ങളെ തന്നെ ഗായന്തിയ പാടുന്നവരായി, ആത്മാകാരാണി തങ്ങളുടെ ഭവനങ്ങളെ, അകാരം എന്ന് വെച്ചാൽ ഭവനങ്ങളെ ന സസ്മരു ഓർമ്മിച്ചില്ല. അപ്പോൾ കൃഷ്ണനെ മാത്രം ഉള്ളിൽ കൊണ്ട് സ്മരിച്ചുകൊണ്ട് അവരെ വീട്ടിനെയോ മക്കളെയോ ഭർത്താവിനെയോ ഒന്നും അവർ ചിന്തിച്ചില്ല. തന്മനസ്കാസ്തദാലാപ തദ്വിജേഷ്ട തദാത്മിക തദ്ഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരുഹു. ശ്ലോകം 45. പുനഃപുളിനമാഗത്യ കാളിന്ത്യ കൃഷ്ണഭാവനാഹ സമവേദ ജഗുകൃഷ്ണം തദാഗമനകാംക്ഷിതാഹ. പുനഃ പുളിനമാഗത്യ, പുനഃ പിന്നെ കാളിന്ത്യയുടെ പുളിനം മണൽത്തട്ടിനെ ആഗമിച്ചിട്ട് പിന്നെ അവരെ അന്വേഷിച്ച് പോയില്ല. പിന്നെ കാളിന്തിയിലേക്ക് തിരിച്ചു വന്നു, അതിൻ്റെ മണൽത്തട്ടിൽ ഇരുന്നു. കൃഷ്ണഭാവന കൃഷ്ണൻ്റെ ഭാവനയോട് കൂടിയവരായി, തഥാ ആഗമന കാംക്ഷിന അവൻ്റെ ആഗമനത്തിൽ കാംക്ഷയുള്ളവരായി, കൃഷ്ണൻ ഇപ്പം തിരിച്ചു വരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി സമവേദ സംഘമായി ചേർന്ന് കൃഷ്ണനെ ജഗു ഗാനം ചെയ്തു. അപ്പോൾ അവരെല്ലാം പിന്നെ അന്വേഷണം നിർത്തിയിട്ട് യമുനയുടെ മണൽത്തട്ടിൽ വന്ന് ഇരുന്നു. കൃഷ്ണൻ പെട്ടെന്ന് തന്നെ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണനെക്കുറിച്ച് കീർത്തനം ചെയ്തുകൊണ്ട് ആ യമുനാ പുളിനത്തിൽ ഇരുന്നു. പുനഃപുളിനമാഗത്യ കാളിന്ത്യ കൃഷ്ണഭാവനാഹ സമവേദ ജഗു കൃഷ്ണം തദാഗമന കാംക്ഷിതാഹ. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തേ രാസക്രീഡായാം കൃഷ്ണാന്വേഷണം നാമ 3-ാധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.